വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതാ എന്താണ് വലിയൊരു ലിസ്റ്റ്, കുറേ ഓർണമെൻറ്റ്സ് കാണിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ, നമ്മളുടെ ആർട്ട് ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ആർട്ട് ഷൂട്ടിൻ്റെ ഔട്ട് എന്തായാലും കണ്ടു കാണും. അപ്പോൾ നമ്മളൊരു തിയേറ്റർ ആഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 4-5 മോഡൽസിനെ വെച്ചിട്ട് ചെയ്യുന്ന വലിയൊരു ആഡാണ്, അത്യാവശ്യം വലിയൊരു ആഡാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓരോ ബോക്സസിലാക്കി ലിസ്റ്റ് എഴുതി നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മിറർ ലുക്ക് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് തപ്പിപ്പിടിച്ചെടുത്ത് സെലക്ട് ചെയ്ത് ഓരോന്നും ക്വാണ്ടിറ്റീസും കാര്യങ്ങളും എല്ലാം എഴുതി ലിസ്റ്റൊക്കെ റെഡിയാക്കി ഓരോ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് വരെ എഴുതി വെച്ചു. കാരണം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ 2 ഹിന്ദു ബ്രൈഡൽ ലുക്ക്, മുസ്ലിം ബ്രൈഡ്, ക്രിസ്ത്യൻ ബ്രൈഡ്, പിന്നെ ഇവർക്കുള്ള ഓർണമെൻറ്റ്സ് ചേഞ്ച് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തു. ഡാഡിയും പിന്നെ നമ്മളുടെ അവിടുത്തെ കടയിൽ 2 സ്റ്റാഫ്, ശ്രീകുട്ടിയും അഖിലയും, അങ്ങനെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് എല്ലാം സെറ്റായി. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ മാത്രമേ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് വീട്ടിലോട്ട് പോവുകയാണ്. ശ്രീയും ഏട്ടനും വീട്ടിലാണുള്ളത്. അപ്പോൾ ഡാഡി എനിക്ക് സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മളുടെ കടയിലെ കുട്ടിമണീസാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത്. അപ്പോൾ അവരിത് ലാൻഡ്സ്കേപ്പിലല്ല, ചില ക്ലിപ്പിങ്സൊക്കെ അല്ലാതെയാണ് എടുത്തത്. എൻ്റെ പുറകിൽ നടന്ന് എടുത്തു തരുമായിരുന്നു വീഡിയോസൊക്കെ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഞാനപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എന്നിട്ട് ഡോർ അടയ്ക്കാൻ നോക്കിയപ്പോൾ ഇവർ വീഡിയോ കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ചിരിയാണ് കണ്ടത്. ഇനി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് ഏട്ടനും ശ്രീയുമൊക്കെ അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ എറണാകുളം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചി എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വന്നതും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഭയങ്കര തിരക്കിലായിരുന്നു. ഞാൻ വന്നപ്പോഴേ ഇവർ രണ്ടും എല്ലാം പാക്ക് ചെയ്ത് കഥവ് പൂട്ടാറായി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ വരേണ്ട താമസം മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു. പിന്നെ നേരെ ഒരു ഡ്രൈവായിരുന്നു. പിന്നെ അറിയാമല്ലോ, നമ്മളിപ്പോൾ കൊച്ചിയിലോട്ട് വരുന്ന റൂട്ട് ഫുള്ള് റോഡ് പണി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ തോന്നില്ല. കാരണം ഫുള്ള് നമ്മളിങ്ങനെ കുഴിയും അതും ഇതും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ കൊച്ചി വന്ന് കയറിയപ്പോഴാണ് നേരെ നമുക്കൊരു ശ്വാസം വീണത്. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. ഇനി നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രം. കൊച്ചിയിൽ തന്നെയാണ്, നമ്മൾ ലുലുവിൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് നമ്മളൊരു ഒരു റിസോർട്ട് പോലെ ഒരു ഹോം സ്റ്റേ, വില്ല അങ്ങനെയൊക്കെ പറയാവുന്ന കൈൻഡ് ഓഫ് ഒരു സംഭവം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഷൂട്ട് നടക്കുന്നത്. നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് അവിടോട്ട് പോകണം. അപ്പം അതിന് മുന്നായിട്ട് വഴിയിൽ നിന്ന് നമുക്ക് നമ്മളുടെ മോഡൽസ് 1-2 പേര് നമ്മുടെ ലുലുവിൽ അവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അവരെ 1-2 പേരെ ഒന്ന് പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക്. അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങളിതാ കൊച്ചി എത്തിയേക്കാണ്. പകുതി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഞാനും ശ്രീയും. അപ്പോൾ ഇവിടാണ് നമ്മളുടെ ഷൂട്ട് വരുന്ന ലൊക്കേഷൻ വരുന്നത്. ഇനി ഇവിടെ പ്രോപ്പറായിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല. കൊച്ചി എനിക്ക് തോന്നുന്നു ലുലുവിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് വലിയ രീതിയിൽ കാണിക്കാനായിട്ടൊന്നും ഇല്ല. നമ്മളിവിടെ വന്ന് ജസ്റ്റ് ലൊക്കേഷൻ പോയി കാണുന്നുണ്ട്. അപ്പം അവിടെ പോയി കണ്ട് എല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് നാളെ രാവിലെയാണ് നമ്മളുടെ ഷൂട്ട് തുടങ്ങുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ല, ഏട്ടൻ എക്സൈറ്റഡ് അല്ല. ശ്രീയോ? പിന്നെ നല്ല ടെൻഷനും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു വലിയ ടീമായിട്ടൊരു ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഷൂട്ട്സ്, നമ്മൾ കൊളാബ് ഷൂട്ട്സ് അല്ലാതെ നമ്മളുടെ ഓർണമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷൂട്ട്സ്. അപ്പം ഒരു മോഡൽ കാണും, നമ്മൾ ഫോട്ടോഗ്രാഫർ കാണും, മേക്കപ്പ് കാണും. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു വലിയൊരു ബിഗ് സ്ക്രീനിലോട്ടുള്ള ഒരു ആഡിൻ്റെ ഷൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ടെൻഷനുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 4 മോഡൽസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരു വീഡിയോയിൽ വരുന്ന പോലെ കാണാം. പിന്നെ നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്നത് വിജിൽസ് മേക്ക് ഓവറാണ്. അതും നമ്മളുടെ ആ ഒരു ഭയങ്കര നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളുടെ ഷൂട്ട് കുറച്ചുകൂടി
വലുതായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം എല്ലാം നല്ലതായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അബാദ് റെസിഡൻസി. ഇവിടെയാണ് നമ്മൾ മിക്കപ്പോഴും എറണാകുളം വരുമ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ റൂമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളുടെ ആപ്പിൾ ഐക്കെയറിൻ്റെ സ്റ്റോറ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറമാണ് ലുലു എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇനി ഇവിടെ ലുലുവിൽ വന്നിട്ട് നമ്മളുടെ 1-2 പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരെ ഒന്ന് പിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ മോഡൽസ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരിവിടെ എന്തൊക്കെയോ ഷോ നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് അവിടുന്ന് ആ ലുലുവിൻ്റെ അടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം പോയ 1-2 കിലോമീറ്റർ, അതിനപ്പുറം പോവില്ല. ആ ഒരു ഏരിയയിൽ തന്നെയാണ്. പക്ഷെ നല്ല കോസി ആയിട്ടുള്ള അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഫുൾ ഗ്രീനറി ഒക്കെ വന്നിട്ട് ഒരു തറവാട് ലുക്ക്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറേയധികം മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ വന്നിറങ്ങിയ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ വന്നിട്ട് ഫുള്ള് കാറ്റൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റും ഇരുട്ടും എല്ലാം ഒരു തറവാട് സെറ്റപ്പും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്തോ ഒരു നിഗൂഢത പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞെല്ലാം ചിരിക്കുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂ. ഇതാണ് നമ്മളുടെ ആ ഒരു തറവാട് പോലത്തെ ആ ഒരു വീട് അല്ലെ, ഒരു വില്ല സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തും ഇതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വന്നപ്പം നമ്മൾ ഭയങ്കര ചൂടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുപ്പും ഈ ഒരു എന്താ പറയുക ഭയങ്കര വെയിലില്ലാത്ത സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നാളെ മഴ ഉണ്ടാവില്ലേ എന്നുള്ള പ്രാർത്ഥനയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്ന് നേരെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു നടുത്തളം പോലെയൊക്കെ കാണാം. ഇതിന് ചുറ്റുമായിട്ടാണ് റൂംസ്, കിച്ചൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ 2-3 ബെഡ്റൂംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു കിച്ചൺ വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്, പിന്നെ ഒരു ഹോള് പോലെ നമ്മളുടെ ആ ഒരു നടുത്തളത്തിന് ചുറ്റുമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ്, വാഷ് ബേസിൻ ഏരിയ, അങ്ങനെ ഭയങ്കര മിനിമൽ പക്ഷേ ഭയങ്കര രസമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇപ്പം നമുക്കൊരു ഹോം സ്റ്റേ പോലെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. എവിടെ ചെന്നാലും ഒരു മിറർ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു മിറർ ലുക്കും കൂടി ആയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് നമ്മൾ റൂമൊക്കെ കയറി നോക്കുകയാണ്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. എല്ലാം പിന്നെ നോർമലി വരുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂം, AC സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മളിത് തുറന്ന് കയറി വന്നപ്പം ഇവിടെ ഈ ഒരു വീടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു തമിഴ് ആ ഒരു ടച്ചുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി നമ്മളങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞു, നേരെ ഒരു റൂം കാണിച്ചിട്ട് പറഞ്ഞു, ആ റൂം തുറക്കരുത് അങ്ങോട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറയുന്നൊരു സ്റ്റൈലൊക്കെ വ്യത്യാസമായിരുന്നു. നമ്മൾ മണിച്ചിത്രത്താഴ് ടിൻ 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 എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരുടെ പറച്ചിലും ഒരു കൊലിസിട്ട കിലുക്കമുള്ള നടത്തവും ഒക്കെ കൂടെ കണ്ടപ്പം ഞാനും പിന്നെ നമ്മളുടെ പുതിയ മോഡൽ കുട്ടീസും ഞങ്ങൾ 3 പേരോടെ ആയിരുന്നു കയറിയത്. ഞങ്ങൾ 3 പേരൊക്കെ പേടിച്ചു പോയി. എന്താണ് അപ്പോൾ ഞങ്ങൾ എടുത്ത് ചോദിച്ചു, എന്താണ് തുറക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയെന്ന്. അപ്പം റീസൺ തുറക്കരുതെന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മളുടെ മേക്കപ്പ് ടീം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ലഗേജസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പുറത്തേക്ക് പോയി കാണാം. അപ്പോൾ ആ ഒരു റൂം യൂസ് ചെയ്യരുതെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 4-5 മണി ആയപ്പോൾ നമ്മൾ അവിടെ വന്നതാണ്. നമ്മളൊരു 9-10 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അതുവരെ ആ ഒരു സോപാനത്തിലൊക്കെ വന്നിരുന്ന കാര്യം പറഞ്ഞു, കുറേ തമാശകൾ പറഞ്ഞു, കുറേ പ്രേതകഥകൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പേടിപ്പിക്കാനൊക്കെ നോക്കി. അങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം ക്ഷീണിച്ച് എല്ലാവർക്കും വിശന്ന് പിന്നെ ശ്രീ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ കുറേ നമ്മൾ സമയം അവിടെ ഇരുന്നു. കാരണം നമുക്ക് റൂമിൽ ചെന്നിട്ടും നമുക്കല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെ ഇരുന്നു. പിന്നെ നമുക്ക് മേക്കപ്പിൻ്റെ എല്ലാവരും ഒന്ന് വരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 മോഡൽസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഉള്ള 1-2 പേര് വരാനുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ഒന്ന് സേഫാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു 10 മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ എവിടോട്ടാണ് വന്നത്? ദേപുട്ടിലോട്ട്. അതെ, നമ്മൾ എറണാകുളത്ത് വരുമ്പോൾ എപ്പോഴും വിസിറ്റ് ചെയ്യാറുള്ളൊരു പ്ലേസാണ് ദേപുട്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 ടൈംസിന് മുകളിലൊക്കെ നമ്മളിപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി നല്ല ചൂട് പുട്ടും നല്ല കൂന്തലും നല്ല ഒരു സീ ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ചിട്ട്
നമ്മൾ നേരെ നമ്മളുടെ സ്റ്റേയിലോട്ട് വന്നു, നമ്മളുടെ അബാദ് റെസിഡൻസിയിൽ. അപ്പോൾ ഇവിടെ വരുമ്പം എപ്പോഴും ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ വന്നിട്ടുള്ളതെല്ലാം നമ്മൾ കുറച്ച് ഹെക്റ്റിക്കായ ടൈമിലാണ്, എങ്കിലും നമ്മൾ വന്ന് ഫ്രഷായി റൂമിൽ കിടന്നുറങ്ങാൻ നല്ല അടിപൊളിയാണ്. ഒട്ടും വെളിച്ചമൊന്നും നമുക്ക് രാവിലെ ആയാലും പോലും വരില്ല, പക്ഷെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അത്രയ്ക്ക് നല്ല കംഫി ആയിട്ടുള്ള റൂമും ബെഡും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളുപ്പിനെയൊക്കെ നമുക്ക് എണീക്കേണ്ടി വന്നാലും നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് എണീക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. ജസ്റ്റ് നമ്മളുടെ സെയിം റൂം തന്നെയാണ്, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ റൂം തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ഭാഗ്യത്തിന് അത് അവൈലബിൾ ആകാറുണ്ട്. നമ്മൾ നേരത്തെ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് പോകാറുണ്ട്. അതാ നല്ല വിശാലമായിട്ടുള്ള റൂമാണ്, നല്ല ബെഡുണ്ട്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല കബോർഡുണ്ട്, കിച്ചണുണ്ട്, പിന്നെ എന്താ പറയുക ബാത്റൂമുണ്ട്. ഫുള്ളി ഒരു ലക്ഷറി ഫീലിലുള്ളൊരു റൂമാണ്. പിന്നെ ഒരു ചെറിയൊരു മിനി കിച്ചൺ പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര വലുപ്പമാണ് റൂമിന്. നോർമലി നമ്മൾ ഹോട്ടൽ റൂംസൊക്കെ നമുക്ക് എപ്പോഴും ചെറുതല്ലേ കിട്ടുന്നത്, ഇത് ഭയങ്കര വലുപ്പമാണ്. ഇതാണ് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വാഷ് ബേസ് ഒക്കെ ഉണ്ട്. ഇൻ കേസ് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നിനി രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല, നാളെ രാവിലെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ രാവിലെ ആയി, നമ്മൾ എണീറ്റിരിക്കുകയാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റേക്കുന്നത്. ഞാൻ രാവിലെ ഉണർന്നിട്ടുണ്ടായിരുന്നു, വെളുപ്പിന് നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ രാവിലെ എണീറ്റ് കുളിച്ച് 6 മണിയായപ്പോൾ ലൊക്കേഷനിൽ പോയി. അപ്പോൾ ഞാനും ശ്രീ ഇപ്പോഴേ ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീക്ക് കുറച്ച് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാനും ശ്രീയും കൂടെ കുറച്ചുകൂടെ കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു കെറ്റിലിൽ, ഞാൻ പറഞ്ഞില്ലേ കെറ്റിലൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ കോഫിയൊക്കെ ഇട്ട് കുടിക്കുകയാണ് രാവിലെ. ഞാൻ വിചാരിച്ചു ഞാനിനി കോഫി കുടിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡി ആയിട്ട് വന്ന് ശ്രീയെ വിളിക്കാം, അതുവരെ ശ്രീ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല പൊളി കോഫിയൊക്കെയാണ്. രാവിലെ എണീറ്റ് നമുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കുന്ന ഒരു പ്രത്യേക ഇതാണ്. നല്ല പോലെ ഉറക്കമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ എന്താ പറയുക, നല്ലൊരു സുഖമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് റെഡിയായി പോകണം. അവിടെ എന്തൊക്കെയായി കാര്യങ്ങൾ ഒന്നും അറിയില്ല, കാരണം ഇന്നലെ രാത്രി നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ രാവിലെ വെളുപ്പിന് ടീം വന്നിട്ട് ആർട്ട് വർക്ക് എല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആർട്ട് വർക്ക് എല്ലാം കഴിഞ്ഞ് ഷൂട്ട് സ്റ്റാർട്ടായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഷൂട്ട് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെളുപ്പിന് അവർ മേക്കപ്പും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഇനി എനിക്ക് റെഡിയായി ലൊക്കേഷനിൽ പോകണം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടും റെഡിയായി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഭയങ്കര മഴ. അപ്പോൾ ഓട്ടോ വിളിക്കാൻ നോക്കിയിട്ട് ഓട്ടോ കിട്ടിയില്ല. പിന്നെ നമുക്ക് ഹോട്ടലിൽ നിന്ന് അവർ ഊബർ വിളിച്ച് തന്നു. അങ്ങനെ ഞാനും ശ്രീയും കൂടെ ഊബർ വിളിച്ച് പോവുകയാണ്. കറക്റ്റായിട്ട് ഇന്നലെ ഒറ്റ പ്രാവശ്യം ഞാൻ പോയിട്ടേ ഉള്ളൂ. ചെറിയ രീതിയിൽ എനിക്ക് വഴി അറിയാം, കണ്ടു കഴിഞ്ഞാൽ അറിയാം. പിന്നെ ലൊക്കേഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ശ്രീവാവരുടേത് ഇതാണ്. ശ്രീവാവയുടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ശ്രീയുടേത്. എൻ്റെത് പുതിയൊരു കോസ്റ്റ്യൂമാണ്. ഞാൻ ഇഹായിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇത് വെച്ചിട്ട്, മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ലൈറ്റാണ്. അങ്ങനെ നമ്മളിതാ ലുലുവിൻ്റെ അവിടെ എത്തി. എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ഷൂസും മാച്ചിങ് ആണ്. അത് നമ്മൾ എന്താ പറയുക, മനഃപൂർവ്വം ചെയ്തതല്ല, ആക്സിഡൻ്റലി സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. നമുക്കിവിടെ നമ്മളുടെ നാട്ടിൽ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തായാലും ലൊക്കേഷനിൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നോക്കിക്കോളൂ, ഫുള്ള് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര വൈബ്. ഇവിടെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കേരള ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേരള ബ്രൈഡിൻ്റെ ആണ് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്, ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ലൈറ്റിങ് സംഭവങ്ങൾ. ഇന്നലെ കണ്ട ഒരു എന്താ പറയുക, ഒരു പ്രതീതിയേ അല്ല നെക്സ്റ്റ് ഡേ നമ്മൾ വരുമ്പോഴത്തേക്ക് കാണുന്നത്. പിന്നെ ഞാൻ മേക്കപ്പ് റൂമിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ചിലൊക്കെ വെളുപ്പിനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം
സ്ട്രെച്ചിലാണ് ഇങ്ങനെ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 പേരെ 4 ലുക്സിലാണ് ഒരുക്കി ഇറക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വന്ന ടൈമിൽ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ആണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേയധികം ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഒക്കെ നോക്കുകയാണ് എങ്ങനെയാണ് ലുക്ക് വരുന്നതെന്ന്. ആദ്യം നമ്മളൊരു ഹെവി വെച്ച് നോക്കി, പിന്നെ നമ്മളത് മാറ്റി കുറച്ചുകൂടെ സിമ്പിൾ വെച്ചു. ഹെവി പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഡിസ്കഷനൊക്കെ ചെയ്തു, ഒപ്പീനിയനൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര ജോളി ആയിട്ടൊരു ഭയങ്കര നല്ല ടീം വർക്കാണ്. ഈ ഒരു മേക്കപ്പ് തന്നെ കുറച്ച് ടീമായിട്ടാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലൊരു ടീമുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ് റെഡിയായി, മുസ്ലിം ബ്രൈഡാണ് ഇനി റെഡി ആവാൻ പോകുന്നത്. ബാക്കി എല്ലാ ഹിന്ദു ബ്രൈഡ്, കേരള ബ്രൈഡ് എല്ലാം റെഡിയായി. ലാസ്റ്റാണ് മുസ്ലിം ബ്രൈഡ് വന്നേക്കുന്നത്. അപ്പം അവളുടെ റെഡി ആവലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരു മേക്കപ്പ് ടീം ഒരുവിധം ഒന്ന് ഫ്രീ ആകും. ഫുള്ള് ഞാൻ നോക്കുമ്പം നിറച്ച് സാധനങ്ങൾ. ഇവരിതെല്ലാം കൂടി എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല. ഏതൊക്കെ പ്രൊഡക്റ്റ്, എന്തൊക്കെ കമ്പനി, അയ്യോ നമുക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കാണുമ്പോൾ വട്ടുപിടിച്ചു. അതുപോലെ പ്രൊഡക്ട്സ് ഭയങ്കര ആ ഒരു രസമാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇടയ്ക്ക് മേക്കപ്പ് റൂമിൽ പോവുക, എന്തായി നോക്കുക, ഓർണമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ പുറത്ത് വരിക, ഇവരുടെ ഷൂട്ട് എന്തായെന്ന് നോക്കുക. അപ്പം അതിനകത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി പറയുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീയും ഉണ്ട് ഈ ഒരു ആഡിനകത്തിൽ. അപ്പോൾ അവൻ്റെ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ കോസ്റ്റ്യൂം വാങ്ങിക്കാനായിട്ടാണ് ശ്രീയും കൂടെ പുറത്ത് പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂട്ടൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 10-11 ആയി ഇപ്പോൾ ടൈം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് രാവിലത്തേത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. പുട്ട്, പയറുകറി, ചായ അല്ലെ കോഫി, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ വാതിലിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമായിട്ടുണ്ട്. ഇതിന് ചുറ്റും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മളുടെ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട്. അതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഓർണമെൻറ്റ്സ് ഇവിടെ എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ മേക്കപ്പ് റൂമിലുണ്ട്. നമ്മൾ ഓരോരുത്തർക്ക് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു. ഇനി അടുത്ത ബാച്ച് ഇടേണ്ടത് ഏതാണ് എന്നൊക്കെ നോക്കുകയാണ്. ഇവിടെ 3 ബ്രൈഡ്സ് സെറ്റായിട്ട് അവരുടെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ട് അവർ റൂമിൽ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഓരോ ഫ്രെയിംസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നമ്മളെടുക്കും. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോങ്ങിലുള്ളൊരു മിറർ ഷോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ 4K ആണ് ഈ ഒരു ഔട്ട് എടുക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു ഫ്രെയിമൊക്കെ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചധികം അല്ലാത്ത വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതും കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീയുടെ ഇത് വന്നിട്ടുണ്ട്. ശ്രീ കോസ്റ്റ്യൂമൊക്കെ കിട്ടി വന്നു. ശ്രീയെ റെഡിയാക്കാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീക്ക് ചെറിയ രീതിയിൽ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് ചീവി ഒതുക്കി വെച്ചു. പിന്നെ ആൺപിള്ളേർക്ക് വലിയ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചെറിയൊരു ടച്ചപ്പൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഷൂ ഇട്ടു. പിന്നെ നമ്മളുടെ ഡ്രസ്സ് ഇട്ടു. ഒരു ഗോൾഡൻ തീമിലുള്ള ഒരു ഡ്രസ്സാണ്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ആഡ് ഷൂട്ടാണ്. ആളിൻ്റെ വിചാരം എന്ന് പറയുന്നത് ആൾ സിനിമയിൽ എന്തോ അഭിനയിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ആളിൻ്റെ വിചാരം. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇനി എന്താക്കും എന്നറിയില്ല. നമുക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പുറത്തുള്ള ഒരുവിധം ഷൂട്ട്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തെയാണ് ഇപ്പോൾ നമ്മളുടെ സിഗ്നേച്ചർ ഡിസൈനും അതിൻ്റെ ബോക്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീക്കും റോള് കൊടുത്തിട്ടുണ്ട്. ഇവരിത് ഓപ്പൺ ചെയ്യുമ്പോൾ വന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീ ഇങ്ങനെ ടൈം നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവനും അത് നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു.
ആ ഒരു ക്ലിപ്പിൻ്റെ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു. ഇവരിങ്ങനെ ചിരിക്കണം, നല്ല രീതിയിൽ തുറന്ന് ചിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത്ര ഭയങ്കരമായിട്ട് ചിരി വരുന്നില്ല. അപ്പോൾ ഇവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കിടന്ന് ചിരിക്കുന്നതും ഓരോന്ന് പറയുന്നതും ഒക്കെയാണ് നിങ്ങളാ കേട്ടത്. ഭയങ്കര രസമായിരുന്നു. അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്രീയും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട്. അങ്ങനെ ഇൻഡോർ കഴിഞ്ഞ് എഗെയിൻ നമ്മൾ ഔട്ട്ഡോറിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊക്കെ ഒരുവിധം താന്നു. ഇനി കുറച്ചധികം ക്ലിപ്പിങ്സും കൂടി ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ക്ലിപ്പിങ്സൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ ഒരു പാട്ടൊക്കെ ഇട്ട് ഇവരുടെ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീയൊക്കെ അതിനായിട്ട് തകർത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ചൊരു 7 മണി വരെയൊക്കെ നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടയേർഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എങ്കിലും ഞാൻ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഓടി നടന്ന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പൊക്കെ ഞാൻ എസ്പെഷ്യലി റീലിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്പാണ്. അതുകൊണ്ടാണ് പ്രപ്പോർഷൻ റേഷ്യോ കറക്റ്റായി വരാത്തത്. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോരുത്തരുടെയും ലുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് കാണിച്ചു തരാം. ഇത് നമ്മളുടെ മുസ്ലിം ബ്രൈഡിൻ്റെ ലുക്കായിരുന്നു. നല്ല അടിപൊളി ലുക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓർണമെൻറ്റ് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോരുത്തരുടെ ലുക്കൊന്ന് കാണിച്ചു തരാം. ഇത് ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ലുക്കാണ്. ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഓർണമെൻറ്റ്സ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ 3 പേരും കൂടെ ഒന്നിച്ചിട്ട് ഉള്ളൊരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള ബ്രൈഡും ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലുക്സ് ആയിരുന്നു. നമ്മൾ മാക്സിമം നമ്മളുടെ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ഓർണമെൻറ്റ്സ് എല്ലാം ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ജെം ഫോർ ഹെറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോ ഇപ്പം തിയേറ്റേഴ്സിലൊക്കെ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അടിപൊളി ഡാൻസോടെ നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ മ്യൂസിക് ഇതിനകത്തിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ റീലായിട്ട് ശ്രീയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിസ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. നല്ല അടിപൊളി സ്റ്റെപ്പ് ആൻഡ് സോങ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് സോങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.